പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരു പറ്റം ജിന്നുകളെ അയച്ച ഒരു സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹു പ്രവാചകന് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ആയത്താണ്. ഇവിടെ വിഷയം യഥാർത്ഥത്തിൽ ജിന്നുകളോ മലക്കുകളോ ഒന്നുമല്ല, ഖുർആനിന്റെ പ്രാധാന്യമാണ് ഈ ആയത്തുകളിലൂടെ ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിന്റെ പ്രാധാന്യം. അപ്പോൾ ആദ്യം ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലായാലേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഈസിനെസ് മനസ്സിലാവുള്ളൂ. അതായത് പ്രവാചകന്റെ സദസ്സിൽ ഒരു പറ്റം ജിന്നുകൾ വന്നു ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് പ്രവാചകന് അള്ളാഹു വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് സ്വറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്ന്. ഇവിടെ ഇത് ഞാൻ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രൂപത്തിലുള്ള വാവുണ്ട് അറബിയിൽ. ഒന്ന് ആൻഡ് എന്ന് പറയുന്ന അദമിന്റെ വാവ്, നമുക്കത് ചേർത്ത് പറയാൻ ഉപയോഗിക്കുന്ന വാവ്. അതുപോലെ തന്നെ കസ്മിന്റെ വാവുണ്ട് ചില സ്ഥലത്ത്. കസ്മിന്റെ വാവ് എന്ന് പറഞ്ഞാൽ നമുക്കത് സത്യം ചെയ്യാനുള്ള വാവാണ്. ഉദാഹരണത്തിന് വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം തന്നെയാണ് സത്യം എന്നുള്ളതാണ്. വൽ ലൈൽ, രാത്രി തന്നെയാണ് സത്യം. അങ്ങനെ ഒരുപാട് ആയത്തുകൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും വാ വെച്ചിട്ട്. ഇവിടെ ഉള്ള വാവ് ഖദമിന്റെ വാവാണ്. നമുക്ക് അതായത് ചേർത്ത് പറയാൻ ഉപയോഗിക്കുന്ന വാവാണ്. കാരണം മുകളിൽ വേറൊരു വിഷയം ഈ ഖുറാനിൽ ഞാനിപ്പം 29ാമത്തെ ആയത്ത് മുതലാണല്ലോ തുടങ്ങിയത്. അപ്പൊ അതിന് മുമ്പ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് അതിനുശേഷം ആൻഡ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വിഷയം ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. വേറൊരു കഥ ഇവിടെ അള്ളാഹു പ്രവാചകന് വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്വറഫ്ന, ആൻഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നാം തിരിച്ചുവിട്ട സന്ദർഭം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർഭത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, അതുപോലെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇത് എന്നുള്ള പ്രയോഗം കിട്ടുന്നുണ്ടാവും. അറബിയിൽ വെൻ, അല്ലെ ഇംഗ്ലീഷിൽ നമുക്ക് വെൻ എന്ന് പറയും. വെൻ ആ ഒരു സന്ദർഭത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. വെൻ ഐ മെറ്റ് ഹിം. അതുപോലെ ഇത് സറഫ്ന, നാം തിരിച്ചുവിട്ട സന്ദർഭം. സറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചുവിട്ടു എന്നുള്ളതാണ്. സറഫ്ന എന്ന് പറഞ്ഞാൽ നാം തിരിച്ചുവിട്ടു. ആര്? അള്ളാഹു പ്രവാചകനിലേക്ക് തിരിച്ചുവിട്ട സന്ദർഭമാണ്. അതാണ് പറഞ്ഞ അടുത്ത വേർഡ് പറയുന്നത് ഇലൈക്ക, നിന്നിലേക്ക്. നിന്നിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രവാചകനിലേക്ക് തിരിച്ചുവിട്ട സന്ദർഭം. നഫറം മിനൽ ജിന്നി, ഒരു വിഭാഗം ജിന്നുകളെ, ഒരു കൂട്ടം ജിന്നുകളെ തിരിച്ചുവിട്ട സന്ദർഭം. നഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അത് 10ൽ താഴെയുള്ള ഒരു സംഘത്തെ സൂചിപ്പിക്കാനാണ് നഫർ എന്നുള്ള പദം ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇത് സ്വറഫ്ന, നാം തിരിച്ചുവിട്ട സന്ദർഭം. ഇലൈക്ക, നിന്നിലേക്ക്, അതായത് പ്രവാചകനിലേക്ക്. നഫറം മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ. യസ്തമിഊനൽ ഖുർആന, സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു, യസ്മഉ കേൾക്കുന്നു, യസ്തമിഊന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. സമിഅന്റെ ഇസ്തമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന രൂപം പറയാം. അപ്പൊ യസ്തമിഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നു, അതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. യസ്തമിഊനൽ ഖുർആന, ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിക്കൊണ്ട് ഒരു വിഭാഗം ജിന്നുകളെ നിന്നിലേക്ക് തിരിച്ചുവിട്ട സന്ദർഭം. അപ്പം പ്രവാചകന്റെ സദസ്സ്, പ്രവാചകൻ ഖുർആന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്. ആർക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ജിന്നുകൾക്കല്ല, പ്രവാചകന്റെ അനുയായികൾക്ക് ഖുർആൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരു വിഭാഗം ജിന്നുകളെ അയച്ച ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ വിവരിക്കുന്നത്. ആ കോണ്ടെക്സ്റ്റ് പ്രവാചകൻ അള്ളാഹു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്. ഇതൊരു പക്ഷെ പ്രവാചകൻ അറിഞ്ഞിട്ടുണ്ടാവില്ല, അള്ളാഹു ആലം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് അള്ളാഹു തിരിച്ചുവിട്ടത് ഇവരെ? ഖുർആൻ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ള പറയാണ് ഫലമ്മ ഹലറൂഹു, അവർ അതിനു വേണ്ടി ഹാജരായപ്പോൾ, അവരതിനു വേണ്ടി അവരതിന് പ്രസന്റ് ആയ സമയത്ത് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. കാലൂ, അവർ പറഞ്ഞു, അവർ പരസ്പരം പറഞ്ഞു എന്നാണ് കാലൂ എന്ന് പറഞ്ഞാൽ. അൻസിത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും എന്നുള്ളതാണ്.
അപ്പൊ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പം ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വളരെ നിശബ്ദമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് യസ്തമിഊന, ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിക്കൊണ്ട്, അതുപോലെ തന്നെ എന്താണ്, അൻസിതു, നിങ്ങൾ മിണ്ടാണ്ടിരിക്കൂ, പരസ്പരം അവർ പരസ്പരം ഉപദേശിച്ചു എന്നുള്ളതാണ്. ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യാം. വ ഇത് സൊറഫ്ന ഇലൈക്ക, നാം നിന്നിലേക്ക് തിരിച്ചു വിട്ട സന്ദർഭം, നഫറം മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ, യസ്തമിഊനൽ ഖുർആന, ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുന്നവരായിക്കൊണ്ട്, ഫലമ്മ ഹലറൂഹു, അങ്ങനെ അവർ ആ അതിനു വേണ്ടി ഹാജരായപ്പോൾ, വെൻ ദേ അറ്റൻഡഡ് ഇറ്റ്, ഖാലു, അവർ പരസ്പരം പറഞ്ഞു, അൻസിതു, മിണ്ടാണ്ടിരിക്കൂ, ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ അവര് പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ഖുർആനൊക്കെ കേട്ടു മനസ്സിലാക്കി, എന്നിട്ട് അവര് നല്ല ഒരു മാർക്കൊക്കെ ഇട്ട്, 100-ൽ 99 മാർക്കൊക്കെ ഇട്ട് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ചുമ്മാ അങ്ങ് പിരിഞ്ഞു പോവാണോ ചെയ്തത്? അല്ല. ഫലമ്മ കുളിയ, അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ, കലാ എന്ന് പറയും, ഖുർആൻ നിസ്കാരം കലായി എന്ന് പറയില്ലേ, അതിൽ നിന്ന് വന്നാണ് കുളിയ. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ, വല്ലോ ഇലാ ഖൗമിഹിം മുൻദിരീൻ, വല്ലോ എന്ന് പറഞ്ഞാൽ അവർ പിരിഞ്ഞു പോയി. വല്ലോ, ദേ ടേൺഡ് ബാക്ക്, അവർ തിരിഞ്ഞു. ഇലാ ഖൗമിഹിം, അവരെ മനുഷ്യന്മാരുടെ അടുത്തേക്കല്ല പോയത്, ദേ വെന്റ് ബാക്ക് ടു ദെയർ ഓൺ കമ്മ്യൂണിറ്റി. ആ ജിന്നുകൾ അവരുടെ ഖൗമിന്റെ അടുത്തേക്ക് പോയി. എങ്ങനെ പോയത്? വെറുതെ പോയി ഒക്കെയല്ല ചെയ്ത്, മുൻദിരീന, താക്കീതുകാരായിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആ ഭാഗം ഒന്നുകൂടി പറയാം. ഫലമ്മ കുളിയ, ആ പ്രവാചകന്റെ ഖുർആൻ സദസ് കഴിഞ്ഞപ്പോൾ, വല്ലോ ഇലാ ഖൗമിഹിം, അവർ അവരുടെ ജനതയിലേക്ക് തിരിഞ്ഞു, മുൻദിരീന, താക്കീതുകാരായിക്കൊണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഖുർആന്റെ ക്ലാസ് അല്ലെങ്കിൽ ഖുർആൻ നമ്മൾ കേൾക്കുമ്പോൾ വി ഹാവ് ടു കീപ് ക്വയറ്റ് ആൻഡ് ലിസൺ ഇറ്റ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ കാറിലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് പോലെ നമ്മൾ പലപ്പോഴും ഖുർആൻ ഇടാറുണ്ട്. ഒരു പക്ഷെ അത് അത്ര നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഖുർആൻ കേൾക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ ഇവിടുന്ന് ഖുർആനെ പറ്റി ഡിസ്കഷൻ വന്നാലും അതുപോലെ തന്നെ ഖുർആൻ റിസൈറ്റേഷൻ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതേപോലെ തന്നെ നമുക്കത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിന് മാർക്കിട്ട് പോവുക എന്നതിനപ്പുറം അത് കേട്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തി നമ്മൾ എന്താണോ പഠിച്ചത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം എന്നുള്ളതാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങൾ, ജിന്ന് എന്താണ് വന്നത്, ജിന്ന് എന്താണ് സൃഷ്ടിക്കപ്പെട്ടത്, എന്തിനാണ് ജിന്നിങ്ങോട്ട് അയച്ച, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഡിസ്കസ് ചെയ്യുന്നത് പകരം ഇത്തരം പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ഖുർആനിൽ വായിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത്. അപ്പോ ഖുർആന്റെ ആ ഒരു കേൾക്കുന്ന പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി അവരുടെ ജനതയിൽ ചെന്നിട്ട്, ഈ ജിന്നുകൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ചെന്നിട്ട് എന്താണ് പറഞ്ഞത്? ഖാലു, അവർ പറഞ്ഞു, യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ. ഖൗമ് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളെ ഖൗമാണ്. അപ്പൊ യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ, ഇന്നാ സമിഅന, നിശ്ചയമായും നാം കേട്ടിരിക്കുന്നു. ഇന്നാ സമിഅന, നാം കേട്ടിരിക്കുന്നു. കിതാബൻ, ഒരു ഗ്രന്ഥം. ഉൻസില മിൻ ബഅദി മൂസ, മൂസാ നബിക്ക് ശേഷം ഇറക്കപ്പെട്ട. നസല എന്ന് പറഞ്ഞാൽ ഇറക്കി, ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടു. അത് ഈസിയാണ്, അറിയല്ലോ അല്ലേ? അതായത് കതബ എന്ന് പറഞ്ഞാൽ എഴുതി, അതിന്റെ മജ്ഹൂലാണ് ഇത് കുത്തിബ, എഴുതപ്പെട്ടു. ഓക്കെ, ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു, കുത്തില എന്നാൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്, അതിന്റെ പാസീവ് വോയിസ് ആണ്. അതേപോലെ നസല എന്ന ഇറക്കി, ഉൻസില എന്ന ഇറക്കപ്പെട്ടു. മിൻ ബഅദി മൂസ, മൂസാ നബിക്ക് ശേഷം ഇറക്കപ്പെട്ട. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവേണ്ടത്, ഈ ജിന്ന് സമൂഹത്തിന് മൂസ പ്രവാചകനെ കുറിച്ചും അറിയാം, അവരുടെ ഗ്രന്ഥത്തെക്കുറിച്ചും അറിയാം എന്നുള്ളതാണ്.
പിന്നെ മാത്രമല്ല അവർ പറയുന്നത് എന്താണ്? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിന് മുമ്പുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന, സത്യപ്പെടുത്തുന്നതാണെന്ന്. മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് എന്നൊക്കെ പറയില്ലേ, സത്യം എന്നുള്ളതാണ്. പിന്നെ സത്യപ്പെടുത്തുക, സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി എന്താണ്? നമുക്ക് മുമ്പുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന. ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ എങ്ങനെ മുമ്പുള്ളതാകുക എന്നുള്ളത്. ഈ ബൈന എന്നുള്ളതിനും യദൈഹി എന്നുള്ളതിനും ഇവിടെ ബിഫോർ ഇറ്റ് എന്നാണ് കൊടുത്തത്. അത് ഒരു പ്രയോഗമാണ്. ബൈന എന്ന് പറഞ്ഞാൽ ഇടക്ക് എന്നുള്ളതാണ്. യദൈഹി എന്ന രണ്ട് കൈകൾ. അപ്പൊ രണ്ട് കൈകൾക്ക് ഇടക്ക് എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നുള്ള അർത്ഥം കിട്ടുക. അതൊരു അറബിയിലെ ഒരു പ്രയോഗമാണ്. അപ്പം ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന, സത്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം നാം കേട്ടിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? ജിന്നുകൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബാ. എന്താണ്? ഖാലൂ അവർ പറഞ്ഞു, യാ ഖൗമന ഞങ്ങളുടെ സമൂഹമേ, ഇന്നാ സമിഅനാ നിശ്ചയമായി ഞങ്ങൾ കേട്ടിരിക്കുന്നു, കിതാബൻ ഒരു ഗ്രന്ഥം, ഞങ്ങൾ ഒരു ഗ്രന്ഥം കേട്ടിരിക്കുന്നു, ഉൻസില മിൻ ബഅദി മൂസ, മൂസാ നബിക്ക് ശേഷം ഇറക്കപ്പെട്ട, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി അതിന് മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ. അതായത് ഖുർആൻ ഈസ് നോട്ട് കോൺട്രഡിക്റ്റിംഗ് എനി ഓഫ് ദി ബുക്സ് വിച്ച് ഈസ് റിവീൽഡ് ബിഫോർ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ബൈബിൾ ആയാലും തോറായാലും ഏത് ഗ്രന്ഥമായാലും ഏത് പ്രവാചകന്മാരുടെ ഗ്രന്ഥമായാലും ഖുർആൻ അതിനെ സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അതിനെ കോൺട്രഡിക്റ്റ് അല്ല ചെയ്യുന്നത്. അതിനകത്തുള്ള മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയാണ് ഇതിനടുത്ത് പറയുന്നത്. യഹ്ദി ഇലൽ ഹഖി, അത് സത്യത്തിലേക്ക് മാർഗദർശനം നൽകുന്നു. യഹ്ദി, ഹിദായത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. യഹ്ദി, ഇറ്റ് ഈസ് ഗൈഡിങ്, ഇലൽ ഹഖി ടു ദ ട്രൂത്ത്, വ ഇലാ ത്വരീഖിൻ മുസ്തഖീം, ആൻഡ് ഇറ്റ് ഈസ് ഗൈഡിങ് ടു എ പാത്ത് വിച്ച് ഈസ് എ സ്ട്രൈറ്റ് പാത്ത്. ത്വരീഖിൻ മുസ്തഖീം, ചൊവ്വായ നേരായ മാർഗത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അത് വഴി നടത്തുന്നു. അപ്പോ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത് പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരു വിഭാഗം ജിന്നുകൾ വന്നു. അവർ ശ്രദ്ധിച്ചു ഖുർആൻ കേട്ടു. മാത്രമല്ല അവർ പരസ്പരം മിണ്ടാണ്ടിരിക്കൂ എന്ന് ഉപദേശിച്ചു. അത് ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ താക്കീതുകാരായിക്കൊണ്ട് അവരുടെ ജനതയിലേക്ക് പോയി. എന്നിട്ട് പോയിട്ട് എന്താണ് പറഞ്ഞതെന്നാണ് രണ്ടാമത്തെ ആയത്ത് പറയുന്നത്. നമ്മൾ ഒരു ഖുർആൻ കേട്ടു, അത് മൂസാ നബിക്ക് ശേഷം ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അത് നമുക്ക് അതിന് മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. അത് യഹ്ദി ഇലൽ ഹഖി, സത്യത്തിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. അതുപോലെ തന്നെ നേരായ മാർഗത്തിലേക്ക് വഴി തെളിയിക്കുന്നതാണ് ഈ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ എന്താണ് പ്രത്യേകതകളാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ആയത്ത്. യാ ഖൗമനാ അജീബു ദാഇയല്ലാഹ് വആമിനൂ ബിഹി യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുജിർക്കും മിൻ അദാബിൻ അലീം. യാ ഖൗമനാ ഞങ്ങളുടെ സമൂഹമേ, അജീബു ദാഇയല്ലാഹ്. അജീബ് എന്നതാണ്? അജീബ് എന്നാൽ ഒരു കൽപ്പനയാണ്. അജീബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം നൽകൂ, പ്ലീസ് റെസ്പോണ്ട്. എന്താണ്? ദാഇയല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആളുടെ വിളിക്ക്. ദാഴി എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഒരു പ്രബോധകനെ ദാഴി എന്ന് പറയാറുണ്ട്. ദാഇയല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്നതിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകൂ. വആമിനൂ ബി, നിങ്ങൾ അതിൽ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അതായത് യാ ഖൗമന അജീബു ദാഇയല്ലാഹി വആമിനൂ ബി, നിങ്ങൾ അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആളുടെ വിളിക്ക് ഉത്തരം നൽകുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഓഫർ? യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും. ഗഫറ എന്നാണ് പൊറുക്കുക. യഗ്ഫിറു പൊറുക്കുന്നു. അതായത് അറബിയിൽ മുള്ളാരി രണ്ട് രൂപത്തിൽ ഉപയോഗിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസ് ആയിട്ടും ഒരൊറ്റ ടെൻസ് അറബിയിലുള്ളൂ. അതാണ് മുള്ളാരി. അപ്പം ഇതിവിടെ ഫ്യൂച്ചറാണ് പറയുന്നത്. ഹി വിൽ ഫോർഗീവ്, യഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് പാപമോചനം നൽകും. മിൻ ദുനൂബിക്കും, ഏത്? നിങ്ങളുടെ പാപത്തിൽ നിന്ന് മോചനം നൽകും, നിങ്ങൾ പുറത്തു തരും. വയുജിർക്കും മിൻ അദാബിൻ അലീം. വയുജിർക്കും എന്ന് പറയുന്നതാണ് ഇറ്റ് വിൽ പ്രൊട്ടക്ട് യു,
മിൻ അദാബിൻ അലീം. എന്താണ്? വേദനയേറിയ ശിക്ഷയിൽ നിന്ന്. അദാബ് എന്ന ശിക്ഷ എല്ലാവർക്കും അറിയാലോ. അലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുൾ ആണ്. വേദനയേറിയ ശിക്ഷയിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഞാൻ ഈ 3 ആയത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ 3 ആയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. അതായത് ഒന്നാമത് പറയുന്നത് പ്രവാചകന്റെ സന്നിധിയിലേക്ക്. ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങൾ ഒന്നുകൂടി ഇത് നോക്കി സ്ക്രീൻ കാര്യം കാണുമെന്ന് വിചാരിക്കുന്നു. നോക്കി ഫോളോ ചെയ്യാം. വഇദ് സ്വറഫ്നാ ഇലൈക്, നാം നിന്നിലേക്ക് തിരിച്ചുവിട്ട സന്ദർഭം, നഫറം മിനൽ ജിന്ന്, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘത്തെ, യസ്തമിഊനൽ ഖുർആന, ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിക്കൊണ്ട്. അപ്പൊ എല്ലാവരും ഖുർആൻ ക്ലാസ് ഉണ്ടാവുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഫലമ്മാ ഹളറൂഹു, അവർ അതിനു വേണ്ടി ഹാജരായപ്പോൾ ഖാലൂ അൻസിതു. ഇവിടെ കാലു എന്നുള്ളതിന് നല്ല ദീർഘം കൊടുക്കണം, എന്നാലേ ആ എന്നുള്ള നമുക്ക് കൂടെ പറയാൻ കഴിയുള്ളൂ. അല്ലെ കാലുൻസിതു എന്നായി പോകും. ഖാലൂ അൻസിതു, അവർ പരസ്പരം പറഞ്ഞത് നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു. ഫലമ്മ ഖുളിയ, അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ, വല്ലോ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവർ അവരുടെ ജനതയിലേക്ക് താക്കീതുകാരായി കൊണ്ടുപോയി. ഖാലൂ യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ, അവർ പറഞ്ഞു ഞങ്ങളുടെ സമൂഹമേ, ഇന്നാ സമിഅനാ, നിശ്ചയമായും നാം കേട്ടിരിക്കുന്നു, കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, മൂസാ നബിക്ക് ശേഷം ഇറക്കപ്പെട്ട, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നമുക്ക് അതിനു മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ, യഹ്ദി ഇലൽ ഹഖി, അത് സത്യത്തിലേക്ക് മാർഗദർശനം നൽകുന്നു, ഗൈഡ് ചെയ്യുന്നു, വ ഇലാ ത്വരീഖിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്കും മാർഗദർശനം നൽകുന്നു. യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ, അജീബു ദാഇയല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകൂ, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകൂ. വ ആമിനു ബിഹി, അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യൂ. ആമന, വിശ്വസിച്ചു. ആമിനു, നിങ്ങളത് കൽപ്പന പറയാണ്. വ ആമിനു എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളോട് പറയാണ്. ബിഹി, അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യൂ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും. വയുജിർക്കും, നിങ്ങളത് പ്രൊട്ടക്ട് ചെയ്യും. മിൻ അദാബിൻ അലീം, അത് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യും. അപ്പോൾ ഖുർആൻ കേട്ടു, ശ്രദ്ധിച്ചു കേട്ടു, മനസ്സിലാക്കി, അവർ മനസ്സിലാക്കിയത് ജനങ്ങൾക്ക് അത് പകർന്നു കൊടുത്തു, അതിന്റെ ഗുണങ്ങളും വിവരിച്ചു കൊടുത്തു. ഇത്രയുമാണ് ഖുർആനിന്റെ ഈ ഒരു ആയത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇതില് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഖുർആന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവരിച്ചു കൊടുക്കാൻ നമ്മളൊരു മടി കാണിക്കേണ്ട കാര്യമില്ല. വിവരിച്ചു കൊടുക്കാം. ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിവരിച്ചു കൊടുക്കാൻ നമ്മൾ മടി കാണിക്കേണ്ട കാര്യമില്ല. ആകെ ഒരു കണ്ടീഷനാണ് ഖുർആൻ പറഞ്ഞത്, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തിനാ പറയാൻ പോകുന്നത്? നമുക്ക് ചെയ്യാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ അറിവ് നമ്മൾ എല്ലാം പഠിച്ചിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കണ്ടീഷൻ ഖുർആനോ ഇസ്ലാമോ വെച്ചിട്ടില്ല. നമുക്ക് അറിയുന്നത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം, പക്ഷെ നമുക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കണ്ടീഷൻ. ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ടെങ്കിൽ ആ ബിരിയാണി ചെമ്പ് നിറഞ്ഞിട്ട് ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്കുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം. പക്ഷേ അറിവിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന കാര്യം ചെയ്യുന്നതായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പൊ ആ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കമ്പൈൻ സ്റ്റഡി എന്ന് തന്നെ പറഞ്ഞത്, നമുക്ക് ഒരുമിച്ച് പഠിക്കാമെന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നെ ഈ ഖുർആന്റെ വിഷയത്തിൽ 1-2 ആയത്ത് കൂടി ഞാൻ സൂചിപ്പിക്കാം. ഒരായത്ത് സൂറത്തുൽ അഹ്കാഫിലെ 204 സൂറത്തുൽ അഹ്റാഫിലെ 204 ആയത്ത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. 7-ാം അധ്യായം 204 204 എന്താണ്? വഇദാ ഖുരിഅൽ ഖുർആന ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധയോടെ കേൾക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം. വേറൊരു ആയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. 73:4
73-ാമത്തെ അധ്യായം മുസമ്മിലിൽ 4-ാമത്തെ ആയത്ത് എന്താണ്? അതിലൊരു ഭാഗമാണ് എന്ത്? വറത്തിലിൽ ഖുർആന തർത്തീല. എന്താണ്? നിങ്ങൾ ഖുർആൻ നിർത്തി നിർത്തി സാവധാനം പാരായണം ചെയ്യുക എന്നത്. മറ്റൊരായത്ത് ഇതിപ്പോ ഞാൻ ആരോടും പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഖത്തുമ്പോൾ തുടങ്ങുമ്പോൾ ഈ ആയത്ത് എന്തായാലും തുടങ്ങാതെ തുടങ്ങൂല. കാരണം സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്താണ്. ദാലിക്കൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല, ഹുദൽ ലിൽ മുത്തഖീൻ, അത് തഖ്വയുള്ളവർക്ക്, മുത്തഖീങ്ങൾക്ക്, സൂക്ഷ്മതയുള്ളവർക്ക് മാർഗദർശനം നൽകുന്നതാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അൻഫാൽ 8-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ആയത്താണിത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്താണ്? ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയമായും മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ, ഓർമ്മിക്കപ്പെട്ടാൽ എന്താണ്? വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം എന്ത് ചെയ്യും? വജിലത്ത്, പ്രകമ്പനം കൊള്ളും. എന്നാണ് ഭയചിത്രാവും എന്നാണ് പറയുന്നത്. വഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാലോ, സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. സാദത്തുഹും ഈമാന, അത് അവരുടെ ഈമാൻ കൂട്ടും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ ആരാണ്? അവർ അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരാണ്. അപ്പോ ഇത്രയാണ് എൻ്റെ ക്ലാസ്. അപ്പോ ഇനി ഇതില് എന്താണ്, അപ്പൊ കൂടുതൽ ഡിസ്കഷൻ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാനും കൂടുതൽ ആൻസർ ചെയ്യാനൊന്നും കഴിവുള്ള ആളല്ല. അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലോട്ട് നീങ്ങാം. അപ്പോൾ അള്ളാഹു നമ്മുടെ ഇതുവരെ പറഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ 30 ദിവസം നോമ്പ് നോറ്റു, അല്ലെങ്കിൽ 30-29 നോമ്പ് നോറ്റു. അള്ളാഹു നമ്മുടെ എല്ലാവിധ ആരാധനാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കല്ലാഹ് ഷിയാബ്, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഷിയാബ്, ഒരു ഹെൽപ്പ് കൂടി ചെയ്യും. ഈ ഷിയാബ് മെൻഷൻ ചെയ്ത ആയത്സ് ഒക്കെ ഒരു മെസ്സേജ് ആയിട്ട് നമ്മുടെ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് കൊണ്ട് റെഫർ ചെയ്യാൻ സൗകര്യമായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ജാബിർ ഉണ്ട്. ജാബിർ അൺമ്യൂട്ട് ചെയ്തിട്ട് ജാബിറിന്റെ ക്യാമറ ഓഫ് ആണ്. ഒരു മിനിറ്റ്, സോറി, നിന്നല്ലേ, സോറി അല്ലല്ല, ഞാൻ നിന്നെ സ്പോട്ടിലിട്ട് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, വളരെ അവിചാരിതമായാണ് എൻ്റെ ഇങ്ങനൊരു ചെറിയൊരു ഷോർട്ട് ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അപ്പാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ കാര്യമായി പ്രിപ്പയർ ആകാതെ ഞാൻ വായിച്ചിരുന്ന കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചപ്പോൾ ഉണ്ടായൊരു ചെറിയ ചിന്തകൾ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഷിയാബ്ക്ക് ഷെയർ ചെയ്തതിലുപരി ഷിയാബ്ക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. മാഷാ അല്ലാഹ്, വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് 2 ആയത്ത് എടുത്തിട്ട് അതിൻ്റെ ഒരു അർത്ഥതലം ഒന്ന്, എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പം ഇൻഷാ അല്ലാഹ് ആ 2 ആയത്ത് നമുക്കെല്ലാം അറിയുന്ന വളരെ പരിചിതമായ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ സൂറത്താണ്. അതിൽ നിന്നുള്ള സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമുക്കറിയാം. അലഖ്. ഞാൻ അത് ആദ്യത്തെ 5 ആയത്ത് ഓതാം. അതിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4-ാമത്തെ ആയത്താണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തിലെ 5-ാമത്തെ ആയത്ത് നമുക്ക് കാണാം. അല്ലമൽ ഇൻസാനു മാലം യഅലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് എന്നാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ച് പറയുന്നത്. അതായത് അള്ളാഹു നമ്മെ പേന കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതേ കാര്യം അള്ളാഹു സൂറ കലമിലും തന്നെ തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് മക്കി സൂറത്തായ ഈ ഫസ്റ്റ് സൂറത്ത് അത് ഇറങ്ങി പിന്നെ രണ്ടാമത് ഇറങ്ങുന്ന സൂറത്താണ് ഈ കലം. അപ്പൊ അവിടെ തുടങ്ങുന്നത് അള്ളാഹു സത്യമിടുന്നത് നൂൻ വൽ ഖലമിൻ വമാ യസ്തറൂൻ എന്ന് പറയുന്നത്. അതായത് നൂൻ പേന തന്നെയാണ്, അവർ എഴുതി രേഖപ്പെടുത്തുന്നതും തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പേനയുടെ കാര്യം എടുത്തു പറയുന്നത്. അപ്പൊ ഞാനത് വായിച്ചപ്പോൾ ഈ പേനയുടെ പ്രാധാന്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് എഴുതാനുള്ള കഴിവ്, അതേപോലെ സംസാരിക്കാനുള്ള കഴിവ്, ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് എബിലിറ്റി നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചരിത്ര ഗ്രന്ഥം അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവല്യൂഷണറി ഗ്രന്ഥം എടുത്തു നോക്കുമ്പോൾ മനുഷ്യൻ ഹോമോസാപ്പിയൻസ് എന്നത് ആയി ഡിഫറെന്റ് ചെയ്യപ്പെടുന്നത് അവന്റെ കോഗ്നിറ്റീവ് എബിലിറ്റി കൊണ്ടാണ്. അതായത് അവന് സംസാരിക്കാൻ കഴിയും, അവന് എഴുതാൻ പറ്റും, അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഹോമോസാപ്പിയൻസ് എന്ന സ്പീഷീസ് ഹോമോസാപ്പിയൻസ് ആയി മാറുന്നത്. അപ്പൊ ഈ രണ്ടായത്ത് കൊണ്ട് അള്ളാഹു ശരിക്കും വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത് നമ്മുടെ ഒരു ഡിസ്റ്റിങ്വിഷബിലിറ്റി, അതായത് മറ്റുള്ള സ്പീഷിയിൽ നിന്ന് എങ്ങനെ മനുഷ്യൻ വേർതിരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ അള്ളാഹു ഈ രണ്ടായത്തിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് എഴുതാൻ പഠിപ്പിച്ചു തന്നു എന്നുള്ളത്. അതോടുകൂടി പറയുന്നത് നമുക്ക് അറിവ് നേടാനുള്ള ഒരു എബിലിറ്റി, അതായത് എഴുതി വെക്കാനും അത് വായിക്കാനും അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യം കൊണ്ട് പറഞ്ഞ കാര്യമാണ് അറിവ് നേടുക എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു അർത്ഥതലത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതായത് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് അറിവ് നേടുക. പക്ഷെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ അറിവ് ഉദ്ദേശിക്കുന്നത് മർമ്മപ്രധാന ഫസ്റ്റ് അറിവ് എന്നാണ് ഖുർആനുമായിട്ടുള്ള അറിവ്. ഖുർആനെ കുറിച്ച് പഠിക്കുക, ദീൻ പഠിക്കുക, ജീവിതത്തിൽ പാർത്തുള്ള. അതോടുകൂടി അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ ഈ ലോകത്തെ കുറിച്ചുള്ള പഠിക്കുക, ഈ ലോകത്തെ മനസ്സിലാക്കുക, എന്നിട്ട് അതിന്റെ ഒരു അത്ഭുത സൃഷ്ടിയെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോവുക. അപ്പം ഈ എഴുതപ്പെടുക എന്നുള്ള ഒരു കാര്യം ഈ ലോകത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കലം എന്നുള്ള നമുക്ക് എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ അറിയില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്നൊരു സൃഷ്ടി ഒരിക്കലും പുരോഗമിക്കില്ലായിരുന്നു. കാരണം ഒരു 10,000 years ബാക്ക് നമുക്ക് ഉണ്ടായിരുന്ന കാര്യം എഴുതപ്പെടാതിരുന്നെങ്കിൽ അതിന്റെ അടുത്തുള്ള ജനറേഷൻ അവർക്ക് ഒരിക്കലും കിട്ടുമായിരുന്നില്ല എന്താണ് ചെയ്യപ്പെട്ടിരുന്നുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്തു വെക്കുകയും നമ്മളത് ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതായത് നമ്മൾ ടെസ്റ്റിമോണി വഴിയോ അല്ലെങ്കിൽ എഴുതി വെച്ചുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അടുത്ത ജനറേഷൻ. അവർക്ക് അറിയില്ല കഴിഞ്ഞ ജനറേഷൻ എന്താണ് ചെയ്തിരുന്നതെന്നും അവരുടെ അറിവ് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഒരിക്കലും ഒരു കൺസ്ട്രക്റ്റീവ് ആയ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയുള്ള ഒരു ഹ്യൂമൻ സൊസൈറ്റി ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നു. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ അറിവ് അല്ലെങ്കിൽ പേന കൊണ്ട് അള്ളാഹു സത്യം ചെയ്യപ്പെടുമ്പോൾ പറയുന്നത് മനുഷ്യനെ അള്ളാഹു കൊടുത്തൊരു കഴിവാണ് എഴുതുക എന്നുള്ളത്, അല്ലെങ്കിൽ അറിവ് നേടുക, അല്ലെങ്കിൽ സംസാരിക്കുക, ട്രാൻസ്മിറ്റ് നോളജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം വളരെ പ്രാധാന്യം കൊടുത്ത ഈ കാര്യം നമ്മൾ ഈ കഴിഞ്ഞ 30 ദിവസങ്ങൾ നമ്മൾ റമദാൻ മാസത്തിൽ നമ്മൾ ഖുർആൻ വായിച്ചു, പഠിച്ചു. അൽഹംദുലില്ലാ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് ഇതേ സംഭവം നമുക്കിപ്പം ഖുർആൻ കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ റമദാന് ശേഷം നമുക്ക് വീണ്ടും ഖുർആനിലെ 2 or 3 ആയത്തെങ്കിലും വായിച്ച് അതിന്റെ തഫ്സീർ മനസ്സിലാക്കി അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള എല്ലാ ദിവസവും ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതാണ് നമുക്ക് ഈ റമദാനിൽ മെസ്സേജ്. അതായത് നമ്മൾ കൂടുതൽ അറിവ് മനസ്സിലാക്കുക, എന്നിട്ട് ചിന്തിക്കുക, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുക. അതോടുപരി നമ്മുടെ ഷിയാബൊക്കെ പറഞ്ഞ പോലെ ആ മനസ്സിലാക്കിയ കാര്യം അടുത്ത നമുക്ക് അറിയുന്ന ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് കൂടിയാണ്. അതുകൂടി ഞാൻ രണ്ടാമത്തെ ഞാൻ ആലോചിച്ചിട്ട് വേറൊരു ആയത്ത് കൂടിയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് അൽ ഹജ്ജിലെ 22ാമത്തെ സൂറത്താണ് ഹജ്ജ്. അതിൽ 37ാമത്തെ ആയത്തുണ്ട്. അതിൽ ഞാനൊരു പോർഷനാണ് എടുക്കുന്നത്. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും എന്ന് അള്ളാഹു അതിൽ പറയുന്നുണ്ട്. അപ്പം അള്ളാഹു പറയുന്നത് അള്ളാഹു നിങ്ങൾ സ്തുതിക്കുക. എന്തിന്? നിങ്ങൾക്ക് ഹിദായത്ത് തന്നതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ് അള്ളാഹു അവിടെ പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മുതൽ നാളെ നമ്മൾ തക്ബീർ അടിക്കാൻ പോവാണ്. അള്ളാഹു അക്ബർ എന്ന തക്ബീർ നാം ചൊല്ലാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ മർമ്മപ്രദമായ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ തക്ബീർ ചെയ്യേണ്ടത്? അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നു, ഹദാക്കും എന്നാണ്. അപ്പൊ ഹിദായത്ത് തന്നതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക. അപ്പൊ മനുഷ്യന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് അറിവ് നേടാനുള്ളതും അതോടുകൂടി വായിക്കപ്പെട്ടിട്ടുണ്ടാകുന്ന അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി. നമുക്ക് അറിവുണ്ടായത് കൊണ്ട് നമുക്ക് ഹിദായത്ത് ഉണ്ടാകണമെന്നില്ല. വളരെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളുണ്ട് ഖുർആനെ കുറിച്ച് അറിയാം, വളരെ സയൻസ് മറ്റു ഭൗതിക കാര്യങ്ങളെ കുറിച്ച് അറിയാം, ഇതെല്ലാം അറിയുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് ഹിദായത്ത് നൽകിയ അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെയാണ്.
അതില്ലാത്തവർക്ക് സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കുവാനോ അതിന് ഇബാദത്ത് ചെയ്യുവാനോ ഒരിക്കലും പറ്റണമെന്നില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ നമുക്ക് കിട്ടുന്ന ഹിദായത്ത് അള്ളാഹുവിന്റെ ഒരു നിയമത്താണ്, ഏറ്റവും വലിയൊരു നിയമത്താണ്. അപ്പൊ അതിനുവേണ്ടി അള്ളാഹുവിനെ നമുക്ക് തക്ബീർ ചെയ്യുക, അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹു അക്ബർ. അതോടുകൂടി നാം അറിഞ്ഞ കാര്യങ്ങൾ, ഈ നമ്മുടെ ഈ നിയമത്ത് നമുക്ക് കിട്ടിയ ഈ ദീന് ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്, നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ബാധ്യത ഇസ്ലാം നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടതുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വല്ലസർ, നമ്മൾ ഏറ്റവും ചെറിയ സൂറത്താണ് അത്, നമ്മളിപ്പോ ചൊല്ലാം വല്ലസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മനുഷ്യന് സമയത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അവിടെ പറയുന്നത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, അതായത് പരസ്പരം ഹക്കിനെ ഉപദേശിച്ചുകൊണ്ട് അവിടെ ക്ഷമയോടുകൂടി ഹക്കിനെ പരസ്പരം ഉപദേശിക്കുക എന്നുള്ളതാണ്. അതായത് നാം മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക, എന്നിട്ട് ഉപദേശം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലേച്ഛയോടുകൂടി അവിടെ നിന്നുകൊണ്ട് വീണ്ടും ക്ഷമയോടുകൂടി വീണ്ടും ബാക്കിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറ്റുന്ന, നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശ്രമം. ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതിലുപരി ഒന്നാമത് നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികൾക്കായാലും അല്ലെ മറ്റുള്ള നമ്മളെ അടുത്ത റിലേറ്റീവ്സിനും അതുപോലെ നമ്മുടെ നൈബേഴ്സിനും എത്തിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പം ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ്, ഞാൻ അതിൽ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എന്റെ വായിച്ച സമയത്തുണ്ടായ എന്റെ ചിന്തകൾ ഞാൻ ഷെയർ ചെയ്തെന്നുള്ളതും, ഒന്നാമത് അറിവിന്റെ കാര്യം, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇൽമൻ നാഫിയ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അപ്പോൾ ഉപകാരപ്രദമായ അറിവ് അള്ളാഹു എനിക്ക് തരണമെന്നാണ്. ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാറുണ്ട്, അതായത് പല അറിവുകളുണ്ട്, പക്ഷെ ഉപകാരപ്രദമായ അറിവാണ് നമുക്ക് വേണ്ടത്. അതിൽ ഒന്നാമത് ഉപകാരപ്രദം നമുക്ക് ഈ ദീനിനെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ജീവിതത്തിൽ പകർത്തുക, അതാണ് ഒന്നാമത് നമുക്ക് വേണ്ടിയ അറിവ്. പിന്നെ ബാക്കിയുള്ള അറിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അറിവ്, നമ്മൾ പഠിക്കുന്ന അക്കാഡമിക് അറിവുകളൊക്കെ നമുക്ക് ജീവിത മാർഗം കണ്ടെത്താനുള്ള അറിവ്, അതും ഒരു ഉപകാരപ്പെട്ട അറിവുകളാണ്. അപ്പൊ നമ്മളെന്നും ഈ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അല്ലാഹുമ്മ ഇൽമൻ നാഫിയ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അപ്പൊ ഇത് ഫസ്റ്റ് പറയുന്ന അല്ലാഹുമ്മ ഇൽമൻ നാഫിയ, എനിക്ക് ഉപകാരപ്രദമായ അറിവേകണേ, ഇൽമൻ നാഫിയ വറിസ്ഖൻ ത്വയ്യിബ, ഏറ്റവും ശുദ്ധമായ, അതായത് റിസ്ഖ് എനിക്ക് തരണം, വഅമലൻ മുതഖബ്ബല, ഏറ്റവും നല്ല സൽപ്രവർത്തനം ചെയ്യാനുള്ള ആഫിയത്തും എനിക്ക് തരണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള കൃത്യമായ പ്രാർത്ഥനകളും കൃത്യമായ ഒരു ഫോളോ അപ്പും ഈ റമദാനിന് ശേഷം നമുക്ക് ഉണ്ടാവട്ടെ. കൂടുതൽ അറിവ് പകരുവാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, കാരണം വളരെ ചാലഞ്ചിങ് ടൈമിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിലൂടെ കടന്നു പോവുകയും ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള മഹാമാരിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷമാറട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈർ ജാബിർ. അത് വളരെ നല്ലൊരു ടോക്ക് ആയിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞു തരുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. എന്തായാലും ജാബിറിനോട് ഇതേപോലെ ജാബിർ കുറച്ച് പ്രാർത്ഥനകളും അങ്ങനെയൊക്കെ ഷെയർ ചെയ്താൽ അതൊക്കെ ആ ഗ്രൂപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉപകാരമായിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ, ഇവർ രണ്ടുപേരോടും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, ഇത്രയും പെട്ടെന്ന് ചെറിയ ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് നമുക്ക് രണ്ടുപേരെ കിട്ടിയതുള്ളൂ. ഞാൻ വേറെയും കുറച്ച് പേരോടൊക്കെ ചോദിച്ചിരുന്നു. ആർക്കെങ്കിലും ടോക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തോട്ട്സ് ഷെയർ ചെയ്യാൻ, ഇതിപ്പോ ടോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട എന്തെങ്കിലും തോട്ട്സ് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആഫാൻ, എനിക്കൊരു കമന്റ്, ഒരു ക്വസ്റ്റ്യൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ സാധാരണയായിട്ട് പല ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഈ പ്രഭാഷണത്തിൽ ഒരു പ്രത്യേകത ആരെങ്കിലും ശ്രദ്ധിച്ചെന്നറിയില്ല. രണ്ട് പ്രഭാഷകരെയും എടാ നീ പറയുന്നത് കേൾക്കുന്നില്ല എന്നാ പറയുന്നത്. ഈ എടാന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തും, അതൊരു ആഴത്തിൽ പോകാൻ പറ്റുന്നതും നമ്മളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിന് കൊണ്ട് മാത്രം കഴിയുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന് നമ്മൾ എന്നിട്ട് പോലും നമ്മൾ ഇതിലുള്ള അറിവിനെ ഷെയർ ചെയ്യാനും അന്യോന്യം സമ്പാദിക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്.
സോ രണ്ടുപേർക്കും വളരെ നന്ദി. രണ്ടുപേരും വ്യത്യസ്തമായ സ്റ്റൈലിലാണ് ഇത് പ്രസന്റ് ചെയ്തത്. ഷിഹാബ് ഓരോ വാക്കുകൾ എടുത്തിട്ട്, ഇപ്പൊ ഖുർആൻ നമ്മൾ പലപ്പോഴും പറയാണ്ട് ഖുർആൻ എന്താണ് ലോകത്തിന്റെ അവസാനം വരെയുള്ള മാർഗദർശനാണെന്ന്. ആ ഒരു ആയ ഫസ്റ്റില് ഷിഹാബ് കാണിച്ചപ്പം വായിച്ചതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈനിലേക്കാണ് ഷിഹാബ് നമ്മളെ നയിച്ചത്. അതായത് ഖുർആൻ പാരായണം, പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ ആദ്യത്തെ ആയത്തിൽ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിശബ്ദമായിട്ട് ഇരുന്ന് കേൾക്കണമെന്നും എന്നിട്ട് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ്. അപ്പം ആ വേറൊരു കോണ്ടെക്സ്റ്റിലേക്കാണ് അദ്ദേഹം എടുത്തത്. അപ്പൊ അത് വളരെ നന്നായി തോന്നി. പിന്നെ ഈ രണ്ടുപേരുടെയും സ്പീച്ചിൽ തമ്മിൽ ഒരു കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. ആദ്യത്തെ ഷിയാബ് പറഞ്ഞു നിർത്തുന്നത് ഈ പ്രഭാഷണം നിങ്ങൾക്ക് ഒരു നദീർ, റൈറ്റ്, ഒരു വാർണിംഗ് ആണെന്നാണ് പറയുന്നത്. അതായത് പറയുന്നത് അതായത് ജാബർ എടുത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് പടച്ചോന് ഹിദായ തന്നിക്കണമെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് അകത്തേക്ക് കയറുന്നു. അപ്പൊ ആ രണ്ട് ഹിദായും നദീർ എന്നുള്ള വാക്ക് രണ്ട് ആക്ച്വലി ടോട്ടലി കണക്റ്റഡ് ആണ്. കാരണം നമുക്ക് ഖുർആൻ പല പ്രാവശ്യം വായിക്കാൻ പറ്റിയെങ്കിലും നമുക്ക് ഹിദായ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഖുർആനിൽ നിന്ന് നമ്മൾ വേറെ പല രീതിയിലും അതിനെ ഖുർആനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഖുർആന്റെ വേറെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടുപേരും എനിക്ക് തോന്നുന്നു വളരെ കണക്റ്റഡ് ആയിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾ പ്ലാൻ ചെയ്തതല്ലെങ്കിലും ആക്ച്വലി ഇറ്റ് എൻഡഡ് അപ്പ് ലൈക്ക് ദാറ്റ്. സോ കൺഗ്രാറ്റുലേഷൻ ബോത്ത് ഓഫ് യു ആൻഡ് ഐ എം വെരി ഇംപ്രസ്ഡ് വിത്ത് ബോത്ത് ഓഫ് യുവർ ടാലൻസ് ഹിയർ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷിയാബിന്റെ മൂന്നാമത്തെ ആയ അത് മനുഷ്യരോട് പറയുന്നതാണോ അല്ലെങ്കിൽ അതും ജിന്നുകളോടാണോ പറയുന്നത്? കാരണം രണ്ടാമത്തെ ആയതിൽ കാലു എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞു എന്നാണ്. മൂന്നാമത്തതില് കാലു എന്നുള്ള, അപ്പൊ അത് പ്രവാചകൻ നമ്മളോട് പറയുന്നതാണോ അല്ലെങ്കിൽ അതും ഈ ജിന്നുകളോടുള്ള പ്രസ്താവനന്റെ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ള ഒരു സംശയം. അത് ആ രണ്ടാമത്തെ ആയത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് മൂന്നാമത്തെ ആയത്ത് വരുന്നത്. അത് അവരുടെ സമൂഹത്തിൽ പോയി പറയുന്ന കാര്യമാണ്. ജിന്നുകള് ആക്ച്വലി ഒരു ഇന്ററാക്ഷൻ നടക്കുന്നില്ല. മീൻസ് മനുഷ്യരും ജിന്നുകളും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നില്ല. അതല്ല ചോദ്യം. മൂന്നാമത്തത് നബി നമ്മളോട് പറയുന്നതാണോ അല്ലെങ്കിൽ അതും ജിന്നുകളോട് പറയുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ള ചോദ്യം. അത് പ്രവാചകന്റെ സദസ്സിൽ 10ൽ താഴെയുള്ള ഒരു സംഘം വന്ന് അറ്റൻഡ് ചെയ്തല്ലോ ക്ലാസ്. റൈറ്റ്. അവരുടെ കമ്മ്യൂണിറ്റിയിൽ പോയി പറയുന്ന കാര്യം തന്നെയാണ് അത്. മൂന്നാമത്തതും അത് തന്നെയാണ് അല്ലേ? ഓക്കെ. അതാണ് വേണമെങ്കിൽ അസ്സലാമു അലൈക്കും. ഞാനത് വേണമെങ്കിൽ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അതായത് എവിടെയായിരുന്നു എനിക്ക് ബോഡി ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ രാത്രി മുതൽ. പ്രസംഗിക്കുന്നതിന് എന്താ ബോഡി ആയിട്ട്? അല്ല അപ്പൊ ഞാനത് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിന്നുകളെ മുമ്പ് നബി വരുന്നതിന് മുമ്പ് അവർക്ക് ആകാശത്ത് നിന്ന് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചില വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടും. അവരുടെ ആകാശത്തിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് പിന്നെ മലക്കുകളുമായിട്ടുള്ള സംസാരങ്ങളും അതിൽ നിന്ന് ചില വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടുമായിരുന്നു. പിന്നെ അത് കുറെ കാലമായിട്ട് തടയപ്പെട്ടു. അപ്പൊ അവര് ആകെ കൂടി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു കുറച്ചു കാലം. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ അവിടെ നിന്നും ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ? കാരണം പിന്നെ അത് തടയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവർക്ക്. കാരണം പിന്നെ അവര് ചില ജിന്നുകൾ അത് കട്ട് കേൾക്കാൻ വേണ്ടി പോകും. അപ്പൊ അവർ ആട്ടി ഓടിക്കപ്പെടും. അങ്ങനത്തെ ഒരു സ്റ്റേജിലൊക്കെ വന്നപ്പം പിന്നെ അവർക്ക് ഒരു റെവലേഷന്റെ ഒന്നും അവർക്കില്ല. അതിനുശേഷമാണ് ഈ ആയത്ത് വരുന്നത്. അപ്പൊ അത് അവർക്ക് വേണ്ടി അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ ഒരു ആയത്താണ്. അതായത് നബിയെ പിൻപറ്റണം എന്നും ജിന്നുകളിൽ നിന്നുള്ളവർക്ക് നബിയെ പിൻപറ്റുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള മാർഗദർശനം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് വരുന്നത്. അതുകൊണ്ട് അത് പിന്നെ ജിന്നുകളെ മെയിൻലി അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ആയത്തുകളാണിത് മെയിനായിട്ട്. അപ്പൊ അതിനുശേഷം അവർ നബിയിൽ നിന്നും ഖുർആൻ പഠിക്കുകയും അവരവരുടെ സമൂഹത്തിലേക്ക് പോവുകയും ദഅവത്ത് അവരുടെ സമൂഹത്തിൽ നടത്തുകയും ചെയ്തു. അതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ജസ്റ്റ് വാണ്ട് ടു ആഡ് ദാറ്റ്. അസ്സലാമു അലൈക്കും. അപ്പൊ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ ജിന്നുകൾക്ക് മാത്രമായിട്ട് വേറെ എന്തെങ്കിലും സന്ദേശങ്ങൾ പഠിച്ചും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അവരും ഈ ഞാൻ പറഞ്ഞില്ല അതിന് മുമ്പ് അത്ര എനിക്ക് അതിനെ പറ്റി അറിയുള്ളൂ. കാരണം കൂടുതൽ അറിയാത്ത ജിന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് നോളജ് നമുക്കുള്ളൂ. നമുക്ക് അങ്ങനെ പറ്റി പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നതിന് മുമ്പ് നബി വരുന്നതിന് മുമ്പ് അവർക്ക് ആകാശത്തുനിന്ന് ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവര് കേൾക്കുമായിരുന്നു. അവരതിനനുസരിച്ച് പിന്നെ
മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അവരുടെ ആ ഒരു പിന്നെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റിയതാണ്. കാരണം ഇപ്പൊ കുറച്ചായിട്ട് നബി വന്ന മുതൽ അത് അങ്ങനത്തെ ഒന്നും അവർക്ക് എല്ലാം തടയപ്പെട്ടു. ഇനി അവര് ആകാശത്ത് പോയി ഇത്തരം ഇത് കേൾക്കാൻ വേണ്ടി പോയാലും അവർ അവിടുന്ന് ആട്ടി ഓടിക്കപ്പെടുകയാണ് ചെയ്യുക. ധൂമകേതുക്കളും മറ്റും കൊണ്ട് അവർ ആട്ടി ഓടിക്കപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ആ ഒരു ഇൻഫർമേഷന് ആ ലിങ്ക് കംപ്ലീറ്റ്ലി കട്ടായി. അപ്പൊ അതിനുശേഷം അവർക്ക് ഇനിയുള്ള ഇത് ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ഈ ഒരു ഇത് കൊടുക്കുക എന്നുള്ളതാണിത്. അതിന് മുമ്പ് അവരപ്പം എനിക്കറിയില്ല കൃത്യമായിട്ട് ഒരു മുമ്പ് എങ്ങനെയാണ് അവര് എന്താണ് ഫോളോ ചെയ്യുന്നത്. ഇതിന് മനസ്സിലാവുന്നത് അവര് ഒന്നുകിൽ പ്രവാചകന്മാരെ ഫോളോ ചെയ്യണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ആകാശത്തു നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് വേറെ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ആൻസർ പറയാം. താങ്ക് യു. താഹിർക്കൊക്കെ ക്ലിയർ ആയല്ലോ അല്ലേ എന്റെ സൈഡിൽ നിന്ന്? ഇനിയും ഗ്രൂപ്പിനകത്ത് കുറെ മെമ്പേഴ്സ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ലേഡീസ് സൈഡ് നമ്മളൊന്നും കേൾക്കാറില്ല. നമ്മൾ ഷർമിത്തെയും ഫാത്തിമത്തെയൊക്കെ അതിനകത്ത് ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. അവരും അവരെ നോളജ് ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, സോറി ഷെഫീനത്ത ആൻഡ് ഷർമിത്ത, കുറെ ആൾക്കാരുണ്ടല്ലോ. സോറി. ഇൻസ്പയർ ചെയ്യണം. നബിന്റെ കാലത്ത് ആയിഷ റളിയല്ലാഹു ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാലേ അവർക്ക് ഇൻട്രസ്റ്റ് ആവുള്ളൂ. ഒരു മിണ്ടാണ്ട് കേട്ട് നോളജില്ല. അതെ, മറ്റേ പ്രവാചകന്റെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്താണ് പല ഹദീസുകളും ചോദിക്കാൻ സാബിയമാരൊക്കെ പോയിരുന്നത്. അല്ല, എന്താ ഒരു കൾച്ചറൽ ഇതുണ്ട്, പെണ്ണുങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അത് ബ്രേക്ക്, ആ ബാരിയർ ബ്രേക്ക് ചെയ്യണം നമ്മള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഐ തിങ്ക് എവരിബഡി അഗ്രി ഹിയർ, റൈറ്റ്? അതെ, ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ. അവർ ആ ഒരു പാണ്ഡിത്യമാണ് അത് കാണിക്കുന്നത്. അല്ല, കാരണം നമുക്കൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. നമ്മൾ ഈസ്റ്റേൺ കൾച്ചറിൽ വരുമ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്, അവർ സൈലന്റ് ലിസണേഴ്സ് സിറ്റിംഗ് സംവെയർ ഇൻ ദ ബാക്ക് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ആ ബാരിയർ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതിലാണ് ഞാൻ പറഞ്ഞത്. They should participate. If they want to come on the camera, that's fine. കാരണം ഈ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ. ആണുങ്ങൾക്ക് ഒരു ഡോമിനൻസ് ഒന്നും അതിനകത്തില്ലല്ലോ. നമുക്ക് എനിക്ക് തോന്നുന്നു തറാവീഹിനെ കുറിച്ച് വളരെ കൂടുതൽ നബി എങ്ങനെ നിസ്കരിച്ചു, എന്തായിരുന്നു നബിയുടെ സുന്നത്ത് എന്നൊക്കെ അറിയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെ തന്നെ അല്ലേ? അത് മാത്രമല്ലല്ലോ, ഏറ്റവും വലിയത് ആയിഷ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ഒരു ജീവിത രൂപമാണെന്ന്. കാരണം റൈറ്റ്, ദാറ്റ്സ് ദ ബെസ്റ്റ് ഡെഫിനിഷൻ ഓഫ് പ്രോഫറ്റ്. നോബഡി എൽസ് ഹാസ് ഗിവൻ ലൈക്ക് ദാറ്റ്. റൈറ്റ്. നാളെ നമ്മള് ഇൻഡിവിജ്വൽ പള്ളികളിലാണല്ലോ നമ്മള് സാധാരണ കുത്തുബ വെക്കാൻ ഉദ്ദേശിക്കണേ. നമുക്ക് നമ്മുടെ ലോക്കൽ ആൾക്കാര് ഇതേപോലെ നാളെ വല്ല പ്രോഗ്രാം നടത്താനുള്ള എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? അതേ ആഫ്റ്റർ 2 o'clock നമ്മുടെ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യണേ? നിഷാദ് ഉണ്ടല്ലോ അവിടെ, അത് നമുക്ക് ഫോറം മാറിപ്പോയി. അതാണ്, അതിപ്പോ ഡിസ്കസ് ചെയ്യണോ? ഇല്ലല്ല, ഐ തിങ്ക് നിഷാദ് ഇല്ല ആൻസർ ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം എല്ലാം ആഫ്റ്റർ 2:30 ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കുത്തുബ എല്ലാം അതായത് പള്ളികളിൽ കേൾക്കുന്ന എല്ലാവരും ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഏതായാലും MML ഒരു കുത്തുബായോ അതൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല ഈ പ്രാവശ്യം. ലെറ്റ്സ് സീ ഹൗ കോവിഡ് ഈസ് പ്രോഗ്രസിംഗ് ഫോർ ഫർദർ ഈദ്. ഓക്കെ, ഞാനിപ്പോഴും പാർട്ടിസിപ്പൻസിൽ കുറെ ലേഡീസ് ഉണ്ട് കേട്ടോ. എപ്പോഴാണ് കാണുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് നിങ്ങൾ തയ്യാറൊക്കെ നമുക്ക് ഇത്രയും പറഞ്ഞില്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരാള് ഒരു തോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു ബാരിയർ നീക്കി കളയുന്നതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആക്കായിരുന്നു. ഒരു ഷിയാബ് കുറച്ചും കൂടെ മറ്റേ കാറൊന്നും ഇത് കേൾക്കാൻ പാടുന്നില്ല. അതിന്റെ preference in you are not suggesting that don't listen. You are saying that
it's a highly preferred that you pay attention rather than just being a background. അതായിരുന്നു നിങ്ങളുടെ മെസ്സേജ് അല്ലേ? അതെ അതെ. അല്ല, അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. മറ്റേ കാരണം there are lot of people who listen to Quran while driving rather than the music. ഞാൻ മ്യൂസിക് കേൾക്കുന്നുണ്ട്, അത് വേറെ പ്രശ്നം. ഞാൻ പറയുന്ന വെച്ചാൽ അപ്പം അത് ചെയ്യണ്ടെന്നുള്ളതല്ല യു ആർ സേയിങ്. വാട്ട് യു ആർ സേയിങ് ഈസ് ഇറ്റ്സ് ഹൈലി പ്രിഫേർഡ് ദാറ്റ് യു ക്രിയേറ്റ് എ കോണ്ടെക്സ്റ്റ് വേർ യു കൻ പേ കംപ്ലീറ്റ് അറ്റൻഷൻ. അതെ അതെ. ഈവൻ മറ്റുള്ളടത്ത് കേൾക്കണ്ടെന്ന് നിങ്ങൾ പറയുന്നില്ല അല്ലേ? അത് ഐ തിങ്ക് ദാറ്റ്സ് പ്രോബബ്ലി എ ക്ലാരിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. ഓക്കെ ഓക്കെ. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഖുർആന് പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റേണലി ടോക്ക് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. നമ്മൾ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ഖുർആൻ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഡ്രൈവിംഗ് ആണെങ്കിൽ പോലും നമുക്ക് പ്ലേ ചെയ്യാം, പക്ഷെ ആ സമയത്ത് നമ്മൾ ഇന്റേണലി സംസാരിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ, നമ്മള് കുട്ടികളിപ്പോ ബാക്കിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവില്ല, നമ്മള് ഒരുപക്ഷെ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഖുർആനെ കുട്ടികളെ കേൾപ്പിക്കാനും അതേവഴി കുട്ടികൾക്കും ഖുർആനോട് ഒരു ബന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഖുർആന് കാറിലിടുമല്ലോ. പക്ഷെ കുട്ടികള് അറിയാലോ, അവര് സംസാരിക്കും, നമുക്ക് ചിലപ്പോൾ റിപ്ലൈ ചെയ്യണം. അതൊക്കെ ഇപ്പൊ ഷിഹാബ് പറഞ്ഞതിന്റെ പരിധിയിൽ പെടുന്നതാണോ? അല്ല, അങ്ങനെ എന്താ പറയാ, അതൊക്കെ നമ്മൾ ഒരു എന്താ പറയാ ഒരു റീസണിങ് നമ്മളൊരു ഐഡിയ വെച്ച് ചെയ്യാൻ കറക്റ്റാ. അല്ല, അതിന് വേറൊരു അല്ല, അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ മാറ്റർ. പക്ഷെ ഞാൻ വേറൊരു ചെറിയൊരു കഥ പറയാം, ലേശം തമാശയുള്ള കഥയാണ്, പക്ഷെ ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഒരിക്കല് ഒരു ഇമാമ് നിസ്കരിച്ചു കഴിഞ്ഞപ്പോ പിന്നിൽ നിൽക്കുന്ന ഒരു ഗുജറാത്തി അയാളെ ഇമാമിനോട് പറഞ്ഞ്, നിങ്ങൾ ഇന്ന് 3 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ നേശ. അപ്പോ ഇമാമ് പറഞ്ഞു, അല്ല ഞാൻ 4 നിസ്കരിച്ചിരുന്നു. അല്ല, നിങ്ങൾ 3 നിസ്കരിച്ചിട്ടുള്ളൂ. അവസാനം ഇമാമ് പറഞ്ഞു, അതിനെന്താ തെളിവെന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് 4 പിസ്സ ഷോപ്പ് ഉണ്ട്, 3 എണ്ണത്തിന്റെ കണക്ക് കൂട്ടി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല്, ഇപ്പൊ തറാവീനൊക്കെ ഇങ്ങനെ കൈകെട്ടി നിൽക്കുമ്പോഴും ഏറ്റവും അധികം നമ്മള് പല രീതിയിലും ചിന്തകൾ പോകുന്ന ഒരു ഇതാണ് തറാവി നിസ്കാരം അടക്കം, റൈറ്റ്? നമ്മൾ തറാവീന് പോകും, ഞാൻ ഈ 30 ദിവസം നിസ്കരിച്ചെന്ന് പറയും, ഹൗ മച്ച് ടൈം വി ഫോക്കസ് ഓൺ ലിസണിങ് എന്നുള്ളതുണ്ടല്ലോ. അതൊരു തമാശ രൂപയിൽ ഞാൻ പറഞ്ഞോളൂ, പക്ഷെ ഞാൻ പറഞ്ഞ ഇറ്റ്സ് എ ബിഗ് നാട്ടിൽ നമ്മൾ പറയാറുണ്ട് ഇതിനെ കുറിച്ച്. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചാളിന്ന് അറിയും. ഒരു തമാശാർത്ഥത്തില്, അതായത് നമുക്ക് എല്ലാം ഓർമ്മ വരുന്നത് നമ്മൾ നിസ്കരിക്കുമ്പോഴായിരിക്കും. എന്ത് പറഞ്ഞ കാര്യം. നാട്ടില് ഞാൻ കഥ കേട്ട ഒരു കടല കച്ചവടക്കാരന്റെ പേരിലാണ് ഈ കഥ കേട്ടിട്ടുള്ളത്. ഗുജറാത്തി ബോട്ടം ലൈൻ ഈസ് ദിസ്, പീപ്പിൾ സ്പെൻഡ് ഓൾ ദി ടൈം ദേർ പ്ലേ. അതല്ല താരക്ക്, നമ്മളൊക്കെ നമ്മുടെ കാര്യം തന്നെ അങ്ങനെ തന്നെയല്ലേ. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ ചിന്തകളാണ്. ഒരു ഖുശൂ കിട്ടുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ചാലഞ്ചിങ് ആണ് അത്. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നദീർ ആൻഡ് ഹിദായ ഉണ്ടല്ലോ, ആ 2 വേർഡും വളരെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മള് ഒരുപാട് ഖുർആൻ വായിച്ചിട്ട് കാര്യമില്ല, അതിന് until it get into us, right? ഞാൻ ഇന്നലെ ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ആണ്. പിന്നെ for me it's a constant struggle, I will admit that. ഒരു ഫർദ് നിസ്കാരത്തിനെ പറ്റി ഒരു പണ്ഡിതൻ പറഞ്ഞതിന് ഓർക്കുകയാണ്. കാരണം അത് പെട്ടെന്ന് ഫർദ് നിസ്കാരത്തിലൊക്കെ ചിലർ വലിയ സൂറത്ത് ഓതും. അപ്പോൾ ഒരിക്കലും ചെയ്യരുതാണ്, എസ്പെഷ്യലി ഇമാമ് നിൽക്കും വേണ്ട, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴല്ല. പെട്ടെന്ന് കുലുവല്ലാഹ് അങ്ങനെ ചെറിയ സൂറത്ത് ഓതിയിട്ട് പെട്ടെന്ന് ഫർദ് നിസ്കാരം തീർക്കണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഈ മാമൂമാർക്ക് വെറുതെ നിൽക്കുമ്പോൾ അവരേത് സൂറത്താണോ ഓതി നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെ വെറുതെ നിർത്തി അവരെ നിസ്കാരം കൊളാക്കരുത്, എത്രയും പെട്ടെന്ന്. ഫർദിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഓതുന്നതും പിന്നെ വേറെ ഒന്നും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, 2ാമത്തെ റക്അത്തിൽ 1ത്തെ റക്അത്തിൽ ഓതിനേക്കാളും താഴെയുള്ള സൂറത്ത് ഓതാൻ. ആദ്യത്തെ വലുതും 2ാമത്തത് ചെറുതും. ഒരു ചോദ്യം ഉണ്ട് ആഫാനെ, സോറി I'm not trying to cut, I'm trying to give preference to ladies. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ചാറ്റില്. ഓക്കെ ഷഫീനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Can we sleep listening to Quran? ഷിയാബ് ആൻഡ് ജാബിർ. എനിക്ക് പറയാനുള്ള കമന്റ് ഞാൻ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഖുർആൻ ലിസൺ ചെയ്തുകൊണ്ട് ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളത് ഉറങ്ങിയതിന് ശേഷം അത് പ്ലേ ചെയ്യും, അതെങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. നമുക്ക് ഏറ്റവും നല്ലത് എന്തെങ്കിലും ദിക്ർ ചൊല്ലിക്കൊണ്ട് ഉറങ്ങുന്നതാണ്. നമ്മൾ സ്വയം ദിക്ർ ചൊല്ലുക.
നമുക്ക് ആദ്യം തന്നെ ഉറങ്ങാൻ കിടക്കുമ്പം ബിസ്മിക റബ്ബി വലതു ജംബി വബിക റഫു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫൽ ബിഹി ബാദിക സ്വാലിഹീൻ എന്ന് പറയുന്ന പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ബിസ്മില്ലാഹി അഹ്യാ വ അമൂത്ത് എന്ന് പറയുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ട് ഷഹാദത്ത് കലിമ ഒളോട് കൂടി കിടക്കണം എന്നാണല്ലോ പറയുന്നത്. ശേഷം ദിക്ർ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതിന്റെ ഒരു ബെനിഫിറ്റ് ഞാൻ കേട്ടത്, നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ ത്രൂ ഔട്ട് ദ സ്ലീപ്പ് നമുക്ക് ആ ദിക്ർ ചെല്ലുന്നതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നുള്ളതാണ്. അത് വല്ലാത്തൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണത് അതിനകത്ത്. പക്ഷെ ഖുർആൻ നമ്മൾ ഓണാക്കിയിട്ട് കിടക്കുമ്പോൾ ഒരു പക്ഷെ അത് എത്രത്തോളം നന്നാവും എന്ന് എനിക്കറിയില്ല. അത് ഒരു ഫത്വനേക്കാളും നമ്മുടെ ഒരു റീസണിങ് വെച്ച് ഹാൻഡിൽ ചെയ്യാവും നന്നാവുക. ദാറ്റ്സ് ഇറ്റ്. അതെ, അതിനകത്ത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും നമുക്കൊരു ജീവിതത്തിൽ ഞാനും സ്വന്തമായിട്ട് പ്രയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. നമ്മളത് ശ്രദ്ധിച്ചോന്നറിയില്ല ആ വീഡിയോയിൽ ഹാരിസ് ബിൻ സലീമിന്റെ. അപ്പൊ അത് പറയണത്, അതിന് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത നിസ്കാരത്തിനിടയിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ഷുവറാന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു നല്ല ഒരു ഇതായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, ഓരോ റമദാൻ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണലി എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെയാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ട്രൈ ചെയ്യാൻ നോക്കുന്നത്. പലപ്പോഴും പ്രായോഗികമാണെന്നില്ല, പലപ്പോഴും നമ്മൾ മറന്നുപോകും. എന്നാലും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഈ ആയത്തുൽ കുർസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആയത്തുൽ കുർസി ഓതി, പിന്നെ മുഴവിധത്തേന ഓതി, കയ്യിലൂതി, ശരീരത്തിൽ 3 പ്രാവശ്യം തടവിയിട്ടാണ് നബി ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ ദുസ്വപ്നങ്ങൾ കാര്യങ്ങൾ അതൊന്നും എനിക്ക് കുറെ കാലമായിട്ട് അങ്ങനെ അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളങ്ങനെ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന സ്വപ്നം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സ്ലീപ്പ്, അതൊക്കെ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാറില്ല. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതിന്റെ കൂടെ എനിക്കൊന്ന് സൂറ മുൽക്ക് കൂടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഹദീസിൽ, ഉറങ്ങുന്നതിന് മുമ്പായിട്ട്. പക്ഷെ നമുക്കധികം നമുക്ക് പെട്ടെന്ന് ഉറങ്ങാന്നുള്ളതാണല്ലോ. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ആയത്തുൽ കുർസിയും പിന്നെ ഫാത്തിഹയും പിന്നെ 3 സൂറത്തും അമൂത്തു വഹിയ എന്നുള്ളത് ആ പ്രാർത്ഥനയും, അത് പിന്നെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല. സാന്ദർഭികമായിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ സൈനു പറഞ്ഞ ആയത്തുൽ കുർസിന്റെ ശരിക്ക് നമ്മൾ അർത്ഥം കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നൗമൻ അലിഖാന്റെ ഒരു വീഡിയോ ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ ആയത്തുൽ കുർസി ഇത്രയും ബ്യൂട്ടിഫുൾ ആയി എന്നുള്ളത്. ഞാനത് ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാം, അതും എല്ലാവരും കണ്ടു. വളരെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഞാൻ ഇത്രയും കാലം കാണാത്തൊരു പെർസ്പെക്റ്റീവ് ആയതിനെ ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. ഷെയർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പൊ പറഞ്ഞപ്പോ, ഈ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഈ ആയത്തുൽ കുർസി, ഫാത്തിഹ, അല്ലെ ഇഖ്ലാസ്, ഫലക്ക്, നാസ് ഒക്കെ ഓതാറുണ്ട്. അപ്പൊ ഇത് ഓതുമ്പം ആ ഓർഡറിൽ ഓതണം. നേരത്തെ താഴൊക്കെ പറഞ്ഞത് ആദ്യം ഫാത്തിഹ ഓതിയിട്ട് ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ഇഖ്ലാസ് ഓതുന്നത്, അതോ അത് തിരിച്ചു ഓതിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? സാധാരണ ഒരു ഓർഡർ പ്രശ്നമുണ്ടെന്ന് അള്ളാഹു എനിക്കറിയില്ല കേട്ടോ. പക്ഷെ പലപ്പോഴും ഖുൽഹുവല്ലാഹു അതാണ് ലാസ്റ്റ് ഓതനാണ് ഈ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ അവർ ഓതി പഠിപ്പിക്കുമ്പോൾ ഖുൽഹുവല്ലാഹു അവസാനം ഓതിയിട്ടാണ് അവർ ചെയ്യല്. അതിന് അങ്ങനെ ഒരു ഓർഡർ നിർബന്ധം ഉണ്ടോ എന്ന് അള്ളാഹു എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് തായർക്ക് ഉദ്ദേശിച്ചത് നമസ്കാരത്തിലാണ് ഈ ഓർഡർ വരുന്നത്. അല്ല, ഞാൻ നമസ്കാരത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഈ കിടക്കുമ്പം ഞാൻ സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്നത് ആയത്തുൽ കുർസി അവസാനം ഓതുമായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഹദീസിൽ വന്നത് ഫാത്തിഹ, പിന്നെ 3 ഖുൽഹുവല്ലാഹു, ഖുൽഹു ബിൽ ഫലക്ക്, നാസ്, പിന്നെ നമ്മള് അത് ശരിയാണോ? ആ ഒരു ഓർഡറിലാണ് ഞാനും പഠിച്ചിട്ടുള്ളത്. അല്ല, ഖുർആന്റെ ആ ഒരു ഓർഡർ വെച്ചിട്ടാണെങ്കിൽ ആദ്യം ഫാത്തിഹ, പിന്നെ ആയത്തുൽ കുർസി, പിന്നെ ആണോ സൂറത്തുൽ ഓതണ്ടേന്ന്? അതാണ് എന്റെ ഒരു ചോദ്യം. എനിക്കറിയില്ല. എനിക്കറിയില്ല, ആ ഓർഡർ നിർബന്ധമാണെന്ന് അറിയില്ല. കാരണം എവിടെയാ ഓർഡറിനെ പറ്റി പറയണില്ല, ഇന്നത് ചൊല്ലണം എന്നാ പറയുന്നുള്ളൂ. ഒട്ടും പണ്ഡിതനല്ലാതെ ഒരു കമന്റ് ഉണ്ട് എനിക്ക്. ഡോണ്ട് ആസ്ക് മീ എ തിങ്, ഡോണ്ട് ക്വസ്റ്റ്യൻ മീ എ തിങ്. ഈ മുസ്ലിം ഈമാൻ, ഇഹ്സാൻ എന്നുള്ളതുണ്ടല്ലോ, ഇതെല്ലാം ഇറ്റ്സ് എ പെർസ്യൂട്ട് ടു പെർഫെക്ഷൻ ആണ്, അല്ലാണ്ട് പെർഫെക്ഷൻ അല്ല. That means we will be making a lot of mistakes again and again and again.
അപ്പൊ ആ പെർസ്യൂട്ട് വിൽ ബി റിവാർഡഡ് റേദർ ദാൻ അച്ചീവിങ് ദ പെർഫെക്ഷൻ എന്നാണ് എൻ്റെ ഒരു ഇത്. സോ വാട്ട് ഐ എം ട്രൈ ടു സേ ഈസ്, നമ്മളിപ്പോൾ നോമ്പ് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ പലതും ചെയ്യും, റൈറ്റ്? നമ്മൾ നോമ്പിന് ചെയ്ത ഈ ഇത്രയും ഇതൊന്നും നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവില്ല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് get too much bothered about it. We should always try to get into a stage. എക്സാക്ട്ലി. അതെ, തായർക്ക പറഞ്ഞത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാനൊരു 3 ഇത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, കാരണം ഇസ്ലാമിലെ ഖുർആനിലെ ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു 1-2 ആയത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒരു ആയത്ത് പിന്നെ മലയോളം പാവങ്ങൾ ചെയ്ത് വന്നിട്ടുള്ള എൻ്റെ ദാസന്മാരോട് പറയാ, അള്ളാഹ് നേരിട്ട് പറയണത്, നബിനോട് പറയാൻ വേണ്ടി പറയണത്. നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അത്രയും പാവങ്ങൾ ചെയ്ത ആൾക്കാരോട് പറയുന്നത് അള്ളാഹുവിന്റെ മഅ്ഫിറത്തിനെ പറ്റി അവരൊരിക്കലും നിരാശപ്പെടരുതെന്ന്. അതായത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുള്ള ഉറപ്പാണ്. തെറ്റ് ചെയ്യാത്തൊരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം നബി പറഞ്ഞ മാതിരി ഒരു ഈമാനുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെറ്റ് ചെയ്യും, പിന്നെന്ത് ചെയ്യും, പാപമോചനത്തിന് അള്ളാഹുവിനോട് അർക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ് മനുഷ്യന്റെ ഒരു ഇത്. അത് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ തെറ്റുകൾ ചെയ്തു പോകും. പക്ഷെ ഒരു ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ് അവിടെ അള്ളാഹ് ടെസ്റ്റ് ചെയ്യുന്നത്. അള്ളാഹ് ഇതൊക്കെ പുറത്തു നിന്നുള്ള ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ സംതിങ് റോങ് വിത്ത് അസ്. അല്ലാതെ ഒരു എന്താ പറയാ, ആ സിൻസിരിറ്റി ഉണ്ടല്ലോ, അതിലാണ് അവിടെ നമ്മൾ തെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അപ്പൊ തന്നെ തോന്നുന്നത് അള്ളാഹ് ഞാൻ ചെയ്തത് ശരിയല്ലല്ലോ, എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ അള്ളാഹ് പുറത്തു തരും. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആയത്ത് പിന്നെ ഖുർആനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ ഒരുപാട് ആൾക്കാരെ കൊന്നവരെ പറ്റി അള്ളാഹ് പറയുന്നുണ്ട്. നബിന്റെ കാലത്തൊക്കെ സഹാബാക്കളെ വരെ കൊന്നവരെ പറ്റി പറയുമ്പോഴും അവരാരും നരകത്തിലാന്നല്ല അള്ളാഹ് പറയുന്നത്. അവരെ പറ്റി പറയുമ്പോൾ അവര് ചെയ്തതിൽ നിന്ന് അവര് തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാരെ കൊന്നവനും എന്തുണ്ട്, തൗബ ഉണ്ട്. അതൊരു എന്താ പറയാ, അള്ളാഹുവിന്റെ ഒരു നിയമത്തിന്റെ ഒരു ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ ഒരു താർക്കങ്ങൾ പറഞ്ഞ മാതിരി അത്രയും ഒരു ഹാർഡ് കോർ അല്ല റിലീജിയൻ. പക്ഷെ എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ഇപ്പം ഇങ്ങനെ തെറ്റുകൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പാപമോചനത്തിനൊന്നും അർത്ഥിക്കേണ്ട, തൗബൊന്നും ചെയ്യേണ്ട, അള്ളാഹ് അത് ബ്ലാങ്കറ്റ് ആയിട്ട് അള്ളാഹ് മെഴ്സിഫുൾ ആണ്, എനിക്കത് പുറത്തു വന്നോളൂ എന്നുള്ള ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ദാറ്റ്സ് സംതിങ് റോങ് വിത്ത് അസ്. പിന്നെ പാപമോചന തൗബയുടെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പുറത്തു തരും. അല്ല, അതൊരു ആയനല്ലേ, ഒമൻ താപ വമന സാലിൻ ഉലൈക്കല്ലാഹു എന്നാണ്, യുബദ്ദിലു ദുലുമാത്ത് ഹസനാത്ത് എന്ന് പറഞ്ഞ ഒരു ആയല്ലേ. Allah will convert all even their bad deed into good deeds എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഉലൈക ലഹും യുബദ്ദിലുല്ലാഹു ദുലുമാത്തൻ ഹസനാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? ഒരുപാട് സ്ഥലത്ത് ഞാൻ എക്സാക്ട് ആയത്ത് എനിക്കറിയില്ല, പക്ഷെ അള്ളാഹു ഇടക്കിടക്ക് അതിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല്, നോമ്പ് കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യും, നോമ്പ് ചെയ്യാൻ കാത്തിക്കുകയാണ് എന്ന് വെച്ചിട്ട്. So what I'm trying to say is we don't have to get too much bothered about it. Our pursuit is what it അതാണ് പറയുന്നത്. നമുക്കൊരിക്കലും ഒരു ഭയങ്കര കോഷ്യസ് ആയിട്ട്, ഇപ്പം നബി പറയുന്നത് ഒരു ഈമാന്റെ ഒരു അവസ്ഥ തന്നെയാണ് പറയുന്നത്, ഏറിയും കുറഞ്ഞു ഇരിക്കും. ഇപ്പൊ സഹാബാക്കളൊക്കെ നബിന്റെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ പറയുന്നത് ഞങ്ങൾ ഈമാന് ചില സമയത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകണം. അപ്പൊ നബി അവരോട് എന്താ പറയല്ലേ, നിങ്ങൾ അത് ശരിയല്ല, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല എന്നല്ല നബി പറഞ്ഞത്. നബി പറഞ്ഞത് അതൊരു എന്താ പറയാ, മനുഷ്യ സഹജ എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയും, ഒരു ഭയങ്കര ഒരു പ്രാക്ടിക്കൽ ആണത്. ഇറ്റ്സ് നോട്ട് ടെല്ലിങ് സംതിങ് ഓക്വേർഡ് ഓർ സംതിങ് ഇമ്പോസിബിൾ, റൈറ്റ്? ഇത്തഖുല്ലാഹ അത്തഖ തുഖാത്തി എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പരമാവധി അള്ളാഹിനെ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. എല്ലാം നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു മെന്റാലിറ്റി പോലെ ഇരിക്കും. നമ്മുടെ സെൻസിറ്റിവിറ്റിയും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള, നമ്മുടെ നന്മകൾ ചെയ്യാനുള്ള നമ്മുടെ ആ മനസ്സും, പിന്നെ അതുപോലെ നമ്മുടെ ആ മനസ്സിന്റെ ശുദ്ധതയും എല്ലാമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാം നമ്മള് പിന്നെ ഒരു വേറൊരു ഇതോട് കൂടി ഏറ്റവും ഒരു കാര്യം കൂടി, ഒരു പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു ഭയങ്കര രസമുള്ള ഒരു സംഭവമാണത്. അതായത് അള്ളാഹ് ഒരു വിശ്വാസി അങ്ങനെ വിളിച്ചിട്ട് അള്ളാഹ് എന്ത് ചെയ്യും, അവന്റെ വലത്തെ കയ്യിൽ, അതായത് ഒരു വിശ്വാസിക്ക് വലത്തെ കയ്യിലാണല്ലോ ഏട് കിട്ടുക, വലത്തെ കയ്യിൽ അവന്റെ ഏട് കൊടുക്കുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും, അവനോട് പറയും, അവനോട് ചോദിക്കും ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടില്ലേന്ന്. അപ്പൊ ആ വിശ്വാസി പറയും അതെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് അവനോട് പറയണത് ഇന്ന ദിവസം ഞാൻ അതൊക്കെ നിനക്ക് മായ്ച്ചു തരികയാണ്. അതായത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്
ഒരാളും അറിയണില്ല എന്ത് അള്ളയും അവനല്ലാതെ ആ തെറ്റുകൾ ചെയ്തതായിട്ട് വേറൊരാളും അറിയാത്ത രീതിയിൽ അള്ള അത് ഫുള്ള് മായിച്ചിട്ട് അവനക്ക് കൊടുക്കുന്ന റെക്കോർഡിൽ അതൊന്നും ഉണ്ടാവില്ല, അവൻ ചെയ്ത തെറ്റുകളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ ഒരു എന്താ പറയാ ഒരു ആ മേഴ്സിയുടെ ഒരു അപാരതാണ്. അത്രയും ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു മെർസിഫുൾ ആണ് അള്ളാഹ് എന്നുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അള്ളാഹ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല നരകത്തിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. പറയുന്നിടത്ത് അള്ളാഹു പിന്നെ പറയുന്നിടത്ത് റിജക്റ്റ് ചെയ്തവനല്ലാത്ത എല്ലാവരും സ്വർഗത്തിലേക്ക് എന്നാണ്. അതായത് എല്ലാവരും സ്വർഗത്തിലേക്കാണ്, ആരൊഴികെ പിന്നെ റിജക്റ്റ് ആ എക്സാക്ട് വേർഡ് എനിക്കറിയില്ല. നമ്മൾ സ്വന്തം റിജക്ട് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നരകത്തിലേക്ക് എത്തിപ്പെടുള്ളൂ. ഓൻ ചോദിച്ചിന് അഫാൻ ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. യു വാണ്ട് ആൻസർ? അതാ അല്ല ഒരു ഇല്ല, ഞാൻ കണ്ടിട്ടില്ല ചാറ്റില്. ഷിയാബിനോടാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്ലാസ്സും കൂടി ആയത്തുൽ കുർസിയുടെ ഞാനൊരു ഒപ്പീനിയൻ ഇതിന്റെ മുകളിൽ ആഡ് ചെയ്യട്ടെ. നമുക്ക് ഇടക്കൊക്കെ ഇങ്ങനത്തെ ഓരോ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് ക്ലാസ് നടത്തുന്ന വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഇങ്ങനെ നമ്മുടെ ആളുകൾ ഇടയിലുള്ളവർ തന്നെ ഷിയാബും ജാബിറും സൈനൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നന്നായി തോന്നി. അപ് ടു ഐ മീൻ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിന്റെ അഫാനെ അതില് എനിക്ക് തോന്നുന്നത് ഷിഹാബിന് ഞാനൊന്നും അതിലൊട്ടും എക്സ്പെർട്ട് അല്ല. ഞാൻ ഈ ജനറൽ സബ്ജക്ട് മാത്രമേ നമ്മളിങ്ങനെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതിലേ നമുക്ക് പല ഇതുള്ളൂ. പക്ഷെ ഷിഹാബിന്റെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഹാബിന് ഖുറാന്റെ അറബിയില് പിന്നെ പാണ്ഡിത്യമുണ്ട്. അപ്പൊ ഖുറാന് വായിക്കാനും ഒക്കെ ഷിഹാബിന് ഷിഹാബ് ഓതിയല്ല, തെർത്തീബ് അനുസരിച്ച് ഖുറാൻ ഓതണം എന്നാണല്ലോ പറയുന്നത്. തെർത്തീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാരായണ ക്രമം എന്നാണ് അതിന്റെ എക്സാക്ട് പറയുന്നത്. അപ്പൊ ആ പാരായണ ക്രമം നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ നമ്മൾ കാലക്രമേണ നമ്മൾ എത്തുന്നത് പിന്നെ നമ്മൾ മറന്നുപോയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷിഹാബിനെ നമുക്ക് അങ്ങനെ ഒരു ഖുറാൻ പാരായണം നമുക്ക് പഠിപ്പിച്ചു തരാനുള്ള ഒരു ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ഷിഹാബിനോട്. അഫാനെ എനിക്കും അത് തന്നെയാണ്, ഇതേ അഭിപ്രായമാണ്. കാരണം ഷിഹാബിന് ആ ഒരു അറബിയിലുള്ള ഒരു കൃത്യമായ വാക്കിനുള്ള കൃത്യമായ എങ്ങനെയാണ് ആ വാക്കിന്റെ ഡിറിവേഷൻ ഇതൊക്കെ പറഞ്ഞുതരാൻ ഷിഹാബിന് പറ്റുന്നുണ്ട്. അപ്പം ഒരു ക്ലാസ് ഷിഹാബിനായിരിക്കും നല്ലത്, ഖുറാൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി. ഖുറാൻ ക്ലാസിന്റെ കാര്യത്തിൽ എനിക്ക് ഷിഹാബാണ് നല്ലത്. ഞാൻ എന്റെ സൈഡത്തെ പോയിന്റ് ഒന്ന് ആഡ് ചെയ്യട്ടെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഈ പറഞ്ഞ ആയത്തുകള് നമ്മള് ഈ അന്ന് ഓണംപള്ളി മുഹമ്മദ് ഫൈസിനോട് നമ്മൾ അനസ് ഭായ് എന്ന് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഖുറാൻ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണോ നല്ലത്, സ്വയം പഠിക്കുന്നതാണോ നല്ലത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ സ്വയം പഠിക്കുന്നത് ലിമിറ്റ് ചെയ്യേണ്ട. പക്ഷെ നമ്മൾ സ്വയം പഠിക്കുമ്പോൾ അത് തന്നെയാണ് ഫൈനൽ എന്ന് നിങ്ങൾ കരുതരുത്. വി ഷുഡ് കീപ്പ് ഓൺ റിസർച്ചിങ് ഓൺ ദ സെയിം എന്നുള്ളതാണ്. അതായത് അതിന് വീണ്ടും ഒരുപാട് മാനങ്ങൾ ഉണ്ടാവാം. ഒരു ശാസ്ത്രജ്ഞൻ ഖുറാനെ സമീപിക്കുമ്പോഴും ഒരു അധ്യാപകൻ ഖുറാനെ സമീപിക്കുമ്പോഴും ഒരു ലേമൻ ഖുറാനെ സമീപിക്കുമ്പോഴും ഒക്കെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ആണ് കിട്ടുക. സഹാബാക്കൾ വരെ ഒരായത്ത് വീണ്ടും കാണുമ്പോൾ അവർക്ക് ഈ ആയത്ത് ഖുറാനിൽ ഉണ്ടായിരുന്നോ എന്ന് അത്ഭുതപ്പെട്ടു പോയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരുപാട് കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അക്കാഡമിക് ഇയർ സമയത്ത് ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷനും പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ല ശരിക്കും ആക്ച്വലി ഖുറാൻ. പക്ഷെ നമ്മളത് ആ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഇത് കൊടുക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്കത് എളുപ്പമില്ലാതായി പോകുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ആയത്തുകൾ ഞാനൊരു ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിച്ചത് തന്നെയാണ്. വേറൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഞാൻ അതുപോലെ മനസ്സ് വെച്ച് വീണ്ടും വീട്ടിൽ നിന്ന് റിവൈസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളൂ. പക്ഷേ മറ്റു ആയത്തുകളൊന്നും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ സ്കെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊളാബറേറ്റ് ചെയ്യാം. അതായത് ഒരു ദിവസം താഹിർക്കാണെങ്കിൽ ഒരു ദിവസം നിറാർക്കാണെങ്കിൽ അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർക്ക് നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നെ പിടിച്ചതിലിട്ട് മനസ്സിലായില്ല. അല്ല, ഷിയാബ് പറഞ്ഞ അതിലൊരു നല്ല പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഷിയാബ് ഞാനൊരു കാര്യം പറയാം, എന്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പൊ ഷിയാബ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേറൊരു ഇമാമാണ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് അത്ര തന്നെ തലയിൽ കയറിക്കൊള്ളണമെന്നില്ല.
പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇത് പറഞ്ഞു തരുമ്പോ നിനക്ക് നമ്മളെ ആരാണെന്ന് അറിയാം, ഞങ്ങളുടെ ഫ്രീക്വൻസി അറിയാം, ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന രീതി കൂടി ഷിയാബിന് അറിയുന്നുണ്ടാവും. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. I think to answer Fatima, I think Niasino is on we could certainly consider this, right? പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ മാതിരി ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട്, ഒരാൾ മാത്രം ഭാരം ഏൽപ്പിക്കുന്നതിൽ ശരിയില്ല. അപ്പൊ ഞാൻ പണ്ടൊരു മോഡൽ ആഡംസിൽ കേട്ടിട്ടുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അവിടെ അവരെന്താ വെച്ചാണെങ്കിൽ ഫജർ എല്ലാ ദിവസം ഫജറിന് ശേഷം 5 ആയ അവര് ഡിസ്കസ് ചെയ്യും. പക്ഷെ ഓരോ 5 ആയ ഓരോ ആൾക്കാണ് കൊടുത്തത്, റൈറ്റ്? അപ്പൊ അവര് പോയിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് വരിക, എന്നിട്ട് ഷിയാബ് മറ്റേ ചെയ്ത മാതിരി നെക്സ്റ്റ് ഇതിൽ വരിക, എന്നിട്ട് ഒരു കളക്റ്റീവ് ഡിസ്കഷൻ ഫോർമാറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ അതാണ് അത്. ഐ തിങ്ക് മേ ബി അഫാൻ, ജാബിർ, ഷിയാബ് or Zain want to take this as an action item, that'll be great. പക്ഷെ വേറൊരു ജനറൽ ഇത് ഞാൻ പറയാം, ഇത് we are not doing this as like an MMM thing. We are doing like those who are interested in MMM to participate. കാരണം MMM നമ്മൾ അത് വേറൊരു രീതിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം റൈറ്റ്, ഇറ്റ്സ് ഫോർ ജസ്റ്റ് ഫോർ മീറ്റിംഗ് ആൻഡ് പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റി ഇതൊക്കെ നടത്തുന്ന മാതിരി ഇത് നടത്താം ഫോർ പീപ്പിൾ ഹു ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. എന്നിട്ട് അതിനൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് people can sign up in that group and do it, if at all we are doing. That's what I would suggest. Afan, agreed or any other comments? ഇല്ല, അതന്നെ അഗ്രി ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സ്പോർട്സ് ട്രോൾ എല്ലാത്തിനും നമുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതുപോലെ ആയിട്ട് ജസ്റ്റ് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസിഡർ ചെയ്താൽ മതി. And then instead of forcing on everybody, you send the request and say whoever all interested join in this group. Okay, all right. Make sense? Yeah. അങ്ങനെ മിക്സഡ് ഗ്രൂപ്പ് ആക്കാം. എല്ലാവർക്കും ഇതൊരു കോമൺ ടോപ്പിക് ആണല്ലോ. അതന്നെ ലേഡീസ് എല്ലാ ലേഡീസ് ഗ്രൂപ്പിലും മെൻസ് ഗ്രൂപ്പിലും ഒക്കെ ഇട്ടിട്ട് this is the link if you want to join this group. Right. Then subsequent announcement and program, everything can be in that group. Exactly. കൺസിഡർ ചെയ്യാവുന്നതാണ്. I'm for it. പക്ഷെ എല്ലാം കൂടെ നമ്മൾ MMMന്റെ എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്യണ്ട. everything you have put everything in its own. People who are interested participate in it. തായർക്കൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീക്കിലി നമ്മൾ വെക്കണ്ട, നമ്മളൊരു 2 weeks അല്ലെങ്കിൽ മന്ത്ലി വൺസ് നോക്കി. ഇതെന്താ പറയാ, ആവേശത്തിൽ വീക്കിലി ചെയ്താണെങ്കിൽ അത് മൊമെന്റ് കുറച്ച് കഴിഞ്ഞാൽ സബ്സൈഡ് ചെയ്യും. ഇപ്പോഴത്തെ എല്ലാവരും ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ചിലപ്പം ബൈ വീക്കിലി മേക്ക് സെൻസ്. പിന്നെ ഗോയിങ് ഫോർവേഡ് ബിസി ആകുമ്പോഴത്തേക്ക് പിന്നെ ഫ്രീക്വൻസി കുറയും. പിന്നെ അതുമല്ല, ഒരു ഫുൾ സൂർ ഒന്നും ഒരു ദിവസം എടുക്കണ്ട, 3 ആയ ഒക്കെ എടുത്താൽ മതി. കാരണം ഫോർ എക്സാമ്പിൾ റൈറ്റ്, ഷിയാബ് എന്ന് ചെയ്ത രീതി തന്നെ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഗോട്ട് ഇൻ ടു യുവർ ഹെഡ്, മനസ്സിലായില്ലേ, വിത്ത് ദോസ് 3. അതേമാതിരി മാക്സിമം 5 അങ്ങനെയൊക്കെ. എനിവേ അതിപ്പോ ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ടു ഡിസ്കസ് ഇറ്റ്. ദ ഫസ്റ്റ് തിങ് ഈസ് if you all agree, you 3 or 4 people, and even put 2 couple of ladies and